ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കണം പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇന്ന് നമ്മളൊരു പുതിയൊരു കിടക്കാച്ച് വീഡിയോസായിട്ടാണ് വരുന്നത്. ഇന്ന് കോഴിക്കോട് ചീക്കിലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പൊൻകുന്ന് എന്നൊരു മല കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് സനോജ്. അവൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. റോഡ് ഉണ്ട് കുറച്ച് ദൂരം. റോഡ് കണക്റ്റാക്കിയില്ലേ, കുറെ സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു വരും. പിന്നെ കുറച്ച് കാലമായിട്ടോ റോഡൊന്നും ഫുള്ള് റോഡ് വെട്ടി ഇവിടെ വരെ ഈ റോഡിനോട് മുട്ടിക്കാൻ വേണ്ടിയിട്ട് റോഡാക്കി. അങ്ങനെ ഞങ്ങൾ താഴെത്തി, സ്പോട്ടിലെത്തി. അതിന്റെ താഴ്വാരത്തെത്തിയിട്ടുണ്ട്. ഇപ്പം മുകളിലോട്ട് കയറാനുണ്ട് കുറച്ച്. എന്തായാലും പോയി നോക്കാം നമുക്ക് മുകളിലോട്ട്. നമ്മൾ കയറിയിട്ടേ അമ്മേ ചെറിയൊരു പൊത്ത് പോലെ ഒരു ഗുഹ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഗുഹയൊന്നുമല്ല, ചെറിയൊരു ഒരു കൈവ്. പിന്നെ അതിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ ആ ടവറൊക്കെ അല്ലേ, നല്ല കോട. അവിടെയാണ് നല്ല കോട ഉള്ള സംഭവം. ആ കോട വീടിയൊക്കെ അവിടെയാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് സ്ഥലം കണ്ടുപിടിച്ചിട്ട് ദിവസം വൈകുന്നേരം പോകണം കാക്കൂരി വഴി. എന്നിട്ട് വേണം പൊലച്ചയ്ക്ക് കാക്കൂരി പോകാൻ. നല്ല ക്ഷീണുണ്ട്. എന്നാലും കുറച്ചുകൂടി മുകളിലോട്ട് കയറി നോക്കാം. അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. എന്നാലും ഒരു മുകളിലോട്ട് കയറിയോട്ടെ. സംഗതി അടിപൊളിയാണ്, സൂപ്പർ. അയ്യോ, ശരിക്കും ക്ഷീണിച്ചുട്ടോ. കുറച്ച് കയറുമ്പോഴേക്കന്നെ തടിയനങ്ങായിട്ടാണ്. അടിപൊളി വിഷ്വലാ മക്കളെ. എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തോ, നിങ്ങൾക്ക് മുതലാവും. ഒത്തിരി സൂപ്പർ വിഷ്വൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ വിഷ്വലാണ്. നല്ല അടിപൊളി ക്ലൈമറ്റും. രാവിലെ വരിക, ഒരു 5:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. 5:45 ആകുമ്പോഴത്തേന് എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അടിപൊളി വിഷ്വൽ കാണാന്ന് പറഞ്ഞാൽ അടിപൊളി വിഷ്വൽ കാണാം. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. ധൈര്യം അടിപൊളി വിഷ്വലാണിത് കാണാനും. പിന്നെ നല്ല ക്ലൈമറ്റാണ്, അടിപൊളി ക്ലൈമറ്റ്. അവിടെ വന്നപ്പോൾ അടിപൊളി ക്ലൈമറ്റാണ്, അടിപൊളി ക്ലൈമറ്റാണ്. ധൈര്യമായിട്ട് കയറി പോകുന്നുള്ളൂ മക്കളെ, കണ്ടിറങ്ങിപ്പോവാ സുഖസുന്ദരായിട്ട്. അടിപൊളി ക്ലൈമറ്റ്. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും, എന്നാലും അടിപൊളിയാ, സൂപ്പർ, രക്ഷയില്ല. എന്നാ അടിപൊളി സൂപ്പർ എന്ന് വെച്ചാൽ എൻ്റെ മോനെ. ധൈര്യമായിട്ട് കയറി പോരാൻ കേട്ടോ. സൂപ്പർ വിഷ്വലാണ്, സൂപ്പർ വിഷ്വലാണ്. കുറച്ചുകൂടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വലൊക്കെ കാണാൻ പറ്റുന്നത്. എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ കയറി പോകണം.
അവിടെ കയറി പോകുന്ന ധൈര്യമായിട്ട് രക്ഷയില്ലാത്ത വിഷയം, അടിപൊളി വിഷയം. പറയുന്ന മുകളിലില്ലേ അതിൻ്റെ മുകളിൽ കയറാം. പറയുന്നത് അവിടെ വന്നപ്പോ ആൾക്കാരൊക്കെ നല്ല ഇഷ്ടംപോലെ ചെക്കന്മാരൊക്കെ ഉണ്ടല്ലേ. ക്യാമറ ഒക്കെ എടുത്ത് അടിപൊളി വിഷ്വലൊക്കെ നോക്കി പോവാണ്. വീട്ടിലും ക്യാമറമാൻമാരെ തോന്നുന്നു. അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവർ പോണത്. അടിപൊളി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവിടെ ചെക്കന്മാരൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് തകർക്കാനുള്ള പണിയാന്ന് തോന്നുന്നത്. അത്രയും അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് സംഭവം. എന്തായാലും സൂപ്പർ, രക്ഷയില്ല. ഫോട്ടോഗ്രാഫി വേറെ ലെവലായി മാറും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമറ നല്ല ക്ലാരിറ്റിയിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഒക്കെ അടിപൊളിയായിരിക്കും. സൂപ്പർ, രക്ഷയില്ല. അമ്മമാരല്ലേ? അമ്മമാർ പോലത്തെ വേറെ മരണ്ടാണ് എവിടെ മുകളിലോ? തിരിച്ച് വീണ്ടും റിട്ടേൺ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ മുകളിലെത്തി എല്ലാം കണ്ട് ഇതൊക്കെ അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് നിൽക്കണം. നല്ല രസമുള്ള സ്ഥലമാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നൊസ്റ്റാൾജിക്കൽ ഫീലിംഗ് എനിക്ക് മനസ്സിലാവും. തിരിച്ചിറങ്ങുക ഞങ്ങൾ അങ്ങനെ ഏറെക്കുറെ താഴത്ത്. രാത്രി ഒരു 9 മണിക്ക് മുന്നേ ഇറങ്ങുകയാണെങ്കിൽ തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ല രസമാണ്. മറ്റത് വെയിലുണ്ട്, കരിവാളിച്ചൊരു ഒത്തക്കാവും. അത്രയും നല്ല ചൂടുണ്ട് ഇതിനകത്ത്. താഴേക്ക് നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്. രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോൾ എത്തി. സൂര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പോരാ. അതുകൊണ്ട് വീടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മലക്ക് ടോപ്പിൽ ചെറിയ കുടിലുകളാണ്, എന്നാലും കാണാനുള്ള പറ്റുന്നുണ്ട്. മക്കളെ താഴെത്തി, താഴെ ആ സ്പോട്ടിൽ തന്നെ എത്തി.
നല്ല ക്ഷീണമുണ്ട്. ഇവിടെ നല്ല വീടുകളുണ്ട്, കുറേ കണ്ടമാനം വീടുകൾ വരുന്നുണ്ട് എൻ്റെ ഇവിടെ. മുകളിലോട്ടൊക്കെ നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് സൈഡ് തന്നെയാണ്, കുറച്ച് കയറാനുണ്ട്. വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. റോഡ് കാണാൻ പോകുന്ന സ്ട്രൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണിത്. ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ 20 തോന്നുന്നുണ്ട് ടിക്കറ്റ്. പിന്നെ ഞങ്ങൾ നേരെ ഒരു കട്ടൻ ചായ ഒക്കെ അടിച്ച് നേരെ വേഗം വീട്ടിലോട്ട് പോന്നു. എന്തായാലും മിസ്റ്റർ വീഡിയോ